ഹലോ ഫ്രണ്ട്സ്, നമുക്ക് കഥ തുടരാം. ഉന്മാദം ഭാഗം 3. രചന ദിവ്യ ജി.കെ. അവതരണം നീള. അവസാനം സഹികെട്ട് ഞാൻ തുറന്നു ചോദിച്ചു, പ്രവിയേട്ടൻ എന്താണ് പറ്റിയതെന്ന്, എന്നെ എന്തിനാണ് ഇങ്ങനെ അകറ്റുന്നതെന്ന്. പ്രവിയേട്ടന്റെ മറുപടി എന്നെ തകർത്തു കളഞ്ഞു. നിന്നെ എനിക്ക് പഴയതുപോലെ ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് അകറ്റി നിർത്തുന്നത്. നിനക്കിനി എന്തെങ്കിലും അറിയണോ? പാതിരാത്രി മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് ഇറങ്ങിക്കോളൂ. പ്രവി പറഞ്ഞ കാര്യം പറഞ്ഞ് പൊട്ടിക്കരയുന്ന ആശയെ കുറച്ചു സമയം മനസ്സ് തുറന്ന് കരയാൻ വിട്ടിട്ട് ആലി അവളുടെ തലയിൽ തഴുകി നിശബ്ദയായിരുന്നു. ആശയുടെ കരച്ചിൽ തേങ്ങലുകളായി മാറിയതും ആലി പറഞ്ഞു, പ്രവിയേട്ടന് നിന്നോടൊരു ഇഷ്ടക്കുറവുണ്ടെന്ന് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. പ്രവിയേട്ടന് ഓഫീസിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് ആദം അബീക്കായോട് പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. അത് പറഞ്ഞ് നിന്നെയും കൂടി വിഷമിപ്പിക്കേണ്ട എന്ന് കരുതിയായിരിക്കും അങ്ങനെയൊക്കെ പെരുമാറിയത്. ഇപ്പോൾ ആദവും അബീക്കായും 10 മണി കഴിയുമ്പോഴാണ് വീട്ടിൽ വരുന്നത്. ഞാനും ബീനയും പരാതി പറയാൻ തുടങ്ങിയാൽ എങ്ങനെയിരിക്കും? ഒരിക്കലും പ്രണയിക്കുമ്പോൾ തരുന്ന വാഗ്ദാനമോ സ്നേഹമോ ഒന്നും ജീവിതത്തിൽ ഉടനീളം കിട്ടത്തില്ല. നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയ പാഠമല്ലേ അത്. ആദം കുറച്ചൊക്കെ പ്രകടമായി തന്നെ കാണിക്കുന്ന ആളാണ്. അതിപ്പോഴും പണ്ടത്തെ പോലെ ഇല്ലെങ്കിലും തുടർന്നു പോകുന്നുണ്ട്. അതിന് ഒരേ ഒരു കാരണം ഞങ്ങളുടെ ജീവിതത്തിലൊരു കൺമണി ഇല്ലാത്തതാണ്. അതുണ്ടായിരുന്നെങ്കിൽ ആദത്തിലും ഒരുപാട് മാറ്റങ്ങൾ വന്നേനെ. പ്രണയിച്ച സമയത്ത് നമ്മളെ ഒന്ന് കാണാൻ വേണ്ടി അവർ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടുണ്ട്. എത്രയോ സമയം ഫോണിൽ പ്രണയസല്ലാപം നടത്തിയിട്ടുണ്ട്. ഫോൺ വെക്കാൻ കൂടി സമ്മതിക്കാതെ ഉറങ്ങാതെ വെളുപ്പിച്ച രാത്രികൾ എത്രയോ നമുക്കുണ്ടായിട്ടുണ്ട്. ഒന്ന് കാണാൻ വേണ്ടി കണ്ണും ഹൃദയവും തുടിച്ച എത്രയോ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രണയിക്കുമ്പോൾ മാക്സിമം ഒരാളുടെ 70% ക്യാരക്ടർ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അവരുമായി ഒന്നിച്ചു ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് ബാക്കി 30% കൂടി നമ്മൾ മനസ്സിലാക്കുന്നത്. ചിലപ്പോൾ പ്രണയിക്കുന്ന സമയത്ത് അവരുടെ നല്ല വശം മാത്രമേ നമ്മൾ കാണുകയുള്ളൂ. ചീത്ത വശങ്ങൾ നമ്മുടെ കണ്ണിൽ തെളിയുകയുമില്ല. അല്ലെങ്കിൽ അവർ വിദഗ്ധമായി നമ്മളിൽ നിന്ന് ചീത്ത വശങ്ങൾ മറച്ചു പിടിച്ചിരിക്കാം. ഇതൊക്കെ ജീവിതത്തിലെ ഒരു ഭാഗമാണ്. പ്രണയം വേറെ, ജീവിതം വേറെ എന്ന് തിരിച്ചറിഞ്ഞ വർഷങ്ങളാണ് നമ്മുടെ കൺമുന്നിലൂടെ കടന്നുപോയത്. പണ്ടത്തെ പോലെ ഫോൺ വിളിച്ച് നീ പറ ഞാൻ പറ പറഞ്ഞ് ഇപ്പോൾ നമ്മൾ കളിക്കാറുണ്ടോ? പുറത്തു പോയവരെ ഫോൺ വിളിക്കുമ്പോൾ നമ്മൾ എന്താണ് ആദ്യം പറയുന്നത്? എവിടെ നിൽക്കുവാണ്, എപ്പോൾ വരും, വരുമ്പോൾ പാല്, ഉരുളക്കിഴങ്ങ്, തക്കാളി, റവ, അങ്ങനെ ഒരു നീണ്ട ലിസ്റ്റല്ലേ നമ്മൾ കൊടുക്കുന്നത്. അല്ലാതെ പഴയതുപോലെ പ്രണയസല്ലാപം നടത്താറുണ്ടോ? ഇത് ജീവിതമാണ് ആശേ, നീ കുറച്ച് പ്രാക്ടിക്കലായി ചിന്തിക്കാൻ ശ്രമിക്ക്. പ്രവിയേട്ടന്റെ പ്രോബ്ലംസ് സോൾവ് ആവുമ്പോൾ നിന്നോടുള്ള അകൽച്ചയും മാറും. അല്ലാതെ നീ വിചാരിക്കുന്നത് പോലെ ഒന്നും കാണില്ല. വെറുതെ ആവശ്യമില്ലാത്തത് ചിന്തിച്ച് മനസ്സിനും ശരീരത്തിനും അസുഖങ്ങൾ പിടിച്ചു വെക്കേണ്ട. പ്രവിയേട്ടൻ ആരെയെങ്കിലും അമിതമായി ഫോൺ വിളിക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ? ഇല്ല. നിന്നെ ഒളിച്ച് ആരോടെങ്കിലും സംസാരിക്കുന്നതായി തോന്നിയിട്ടുണ്ടോ? ഇല്ല. ഏതെങ്കിലും മോശം ചാറ്റ് നീ കാണാനിടയായിട്ടുണ്ടോ? ഇല്ല. അതൊക്കെ പോട്ടെ, പ്രവിയേട്ടനെ ഏതെങ്കിലും സ്ത്രീകളുടെ കൂടെ നീ കണ്ടിട്ടുണ്ടോ? ആലിയുടെ അവസാനത്തെ ചോദ്യം കേട്ടതും അതുവരെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നവൾ തീക്ഷ്ണമായി അവളെ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു, എന്റെ പ്രവിയേട്ടനെ ഞാൻ അങ്ങനെ ഒരു സ്ത്രീകളുടെ കൂടെയും കണ്ടിട്ടില്ല. പിന്നെ എന്തിനാടിപ്പില്ലേ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ച് മനസ്സ് പുണ്ണാക്കുന്നത്? കലിപ്പിൽ ചോദിക്കുന്ന ആലിയെ നോക്കി ഒരു വിളറിയ ചിരി സമ്മാനിച്ചു. സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് എൻ്റെ മനസ്സിന്റെ ഭാരമൊന്ന് കുറഞ്ഞത്. 2-3 ദിവസമായി എനിക്ക് ശരിക്കും ഉറങ്ങാൻ കൂടി കഴിയുന്നില്ലായിരുന്നു. മനസ്സിന്റെ കണ്ണാടിയാണ് മുഖമെന്ന് പറഞ്ഞതുപോലെ ആശയുടെ മുഖം 100 വോൾട്ട് ബൾബ് പോലെ ജ്വലിച്ചു നിന്നു. ആശയുടെ മുഖം തെളിഞ്ഞതും ആലിയുടെ മുഖത്ത് സമാധാനത്തിന്റെ വെള്ളരിപ്രാവ് പാറി നടന്നു. പെണ്ണുങ്ങൾക്ക് അപമാനം ഉണ്ടാക്കാനായി ഇനി നീ അങ്ങോട്ട് കെട്ടിപ്പിടിക്കാനും വലിഞ്ഞു കയറി മിണ്ടാനും ഒന്നും ചെല്ലേണ്ട. പ്രവിയേട്ടന് നിന്നോട് മിണ്ടണമെന്ന് തോന്നുമ്പോൾ ഇങ്ങോട്ട് വരട്ടെ. ആലിയുടെ ഉപദേശം കേട്ടതും നിറപുഞ്ചിരിയോടെ ആശ തലയാട്ടി. നമ്മൾ ഒരുപാട് താന്നു കൊടുക്കുമ്പോൾ നമ്മുടെ തലയിൽ കയറിയിരുന്നവർ നിരങ്ങിയിട്ട് പോകും. അതിനുള്ള അവസരം കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഭർത്താവൊക്കെ ആണെങ്കിലും നമുക്കും സെൽഫ് റെസ്പെക്റ്റ് വേണ്ടേ? ആലി പറഞ്ഞതിന്റെ അർത്ഥം പൂർണ്ണ രൂപത്തിൽ മനസ്സിലാക്കി ആശ എഴുന്നേറ്റ് നിന്ന് ആലിക്ക് നേരെ കൈനീട്ടി. ഇനി ഞാനൊരു കലക്കും മോളെ, നീ കണ്ടോ? അത് പറഞ്ഞ് മുന്നോട്ട് നടന്ന ആശയെ നോക്കി ആലി മനസ്സിൽ പറഞ്ഞു, ദൈവമേ, ഇവൾ കലക്കി എന്നെ കൊലക്കി കൊടുക്കാതെ നോക്കിക്കോണേ. ആലിയുടെ സ്കൂട്ടറിൽ കയറി വീട്ടിലേക്ക് യാത്ര തിരിച്ചു. തന്നെ ചുറ്റിയിരിക്കുന്ന തന്റെ സൗഹൃദത്തെ കണ്ണാടിയിലൂടെ നോക്കി നിറഞ്ഞ മനസ്സോടെ ആലി വണ്ടി ഓടിച്ചു. രാത്രി മുക്കിലെ ചെറിയ ക്ലബിന്റെ സൈഡിലെ കലുങ്ങിന്റെ തിണ്ണയിൽ സുഹൃത്തുക്കൾ 3 പേരും ഇരിക്കുകയായിരുന്നു.
സംസാരത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ആദം ചോദിച്ചു. നിന്റെ ഓഫീസിലെ പ്രശ്നത്തിന് ഇതുവരെ തീരുമാനമൊന്നും ഉണ്ടായില്ലേ? ഓ ഇല്ലടാ, തീയിൽ ചവിട്ടിയ മാതിരിയാണ് നിൽക്കുന്നത്. ആ കാലമാണ് നിന്നെ ഏതെങ്കിലും രീതിയിൽ കുടുക്കാനുള്ള ശ്രമത്തിലാണ്. വല്ല കൈക്കൂലി കേസിലും പെടുത്തുമോ എന്നാണ് എൻ്റെ പേടി മുഴുവൻ. അവന്റെ വൃത്തികെട്ട സ്വഭാവം ഞാൻ കൈയോടെ പിടിച്ചതുകൊണ്ട് എന്നെ കുരുക്കാനുള്ള തന്ത്രങ്ങൾ മെനയുകയാണ്. മേലുദ്യോഗസ്ഥനായി പോയതുകൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ്. കറക്റ്റായി ജോലി ചെയ്താലും പിന്നെയും പിന്നെയും ഓരോ കുറ്റങ്ങൾ കണ്ടുപിടിച്ച് എന്നെ കൊണ്ട് മാറ്റി ചെയ്യിക്കലാണ് അയാളുടെ ഇപ്പോഴത്തെ പണി. കുഞ്ഞുങ്ങളുടെ കൂടെ ഇരിക്കാനോ ആശയൊന്ന് സ്നേഹിക്കാൻ പോലും എനിക്കിപ്പോൾ കഴിയുന്നില്ല. ആകെ ഭയമാണ്. ഏത് രീതിയിലുള്ള പണിയാണ് അയാൾ തരുന്നതെന്ന് അറിയാൻ വയ്യല്ലോ. മുഖത്തു നോക്കി വെല്ലുവിളിച്ചിട്ടാണ് നിൽക്കുന്നത്. ആകെ മൊത്തം ഒരു ഭയം ഉരുണ്ടുകൂടി നിൽക്കുന്നുണ്ട്. തലയിൽ കൈവച്ച് പറയുന്നവനെ കൂട്ടുകാർ രണ്ടുപേരും കൂടി ചേർത്തു പിടിച്ചിട്ട് ഒരേ സ്വരത്തിൽ പറഞ്ഞു. നീ തെറ്റൊന്നും ചെയ്യാത്ത സ്ഥിതിക്ക് ആരെയും ഭയക്കേണ്ട കാര്യമില്ല. തൽക്കാലം ബട്ടൺസിൽ പിടിപ്പിക്കുന്ന ഒരു ക്യാമറ വെച്ച് അയാളുടെ വായിൽ നിന്ന് തന്നെ അയാളുടെ സ്വഭാവം റെക്കോർഡ് ചെയ്ത് വെക്കുക. ഏതെങ്കിലും രീതിയിൽ നിനക്കെതിരെ അയാൾ തിരിഞ്ഞാൽ നിന്റെ കയ്യിലൊരു ബലത്തിനിരിക്കട്ടെ. അല്ലെങ്കിൽ ജോലി പോകുന്നെങ്കിൽ പോകട്ടെ, നിനക്ക് ബിസിനസ് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ഒരുക്കിത്തരാം. സർക്കാർ ജോലിയേക്കാളും ശമ്പളം ബിസിനസ് ചെയ്താൽ കിട്ടും. നല്ല രീതിയിൽ ചെയ്യാൻ അറിയണമെന്ന് മാത്രം. അതിനുള്ള എല്ലാ ട്രിക്കും ഞാൻ പഠിപ്പിച്ചു തരാം. തോളിൽ തട്ടി പറയുന്ന സുഹൃത്തുക്കളെ പ്രവീൺ രണ്ട് കൈകൊണ്ട് മുറുകെ പിടിച്ചു. ആദം മടിച്ചു ചോദിച്ചു, ആശയോടെന്തെങ്കിലും പിണക്കമുണ്ടോ? എന്ത് പിണക്കം? ഒരു പിണക്കവുമില്ല. മനുഷ്യൻ ടെൻഷൻ അടിച്ച് കിടക്കുമ്പോൾ അവളുടെ ചൊറിഞ്ഞ ചോദ്യം കേട്ട് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞിരുന്നു. അല്ലാത്തൊരു പിണക്കവുമില്ല. എനിക്കങ്ങനെ പിണങ്ങാൻ കഴിയുമോ? അവളെൻ്റെ ജീവനല്ലേ. അവളും മക്കളും ഇല്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ കൂടി കഴിയില്ല. കണ്ണിൽ പ്രണയം നിറച്ച് ആർദ്രമായി പറയുന്നവനെ നോക്കി ആദം മനസ്സ് തുറന്ന് ചിരിച്ചു. അപ്പോഴേക്കും പ്രവീണിന്റെ ചോദ്യം എത്തിയിരുന്നു. അതെന്താടാ നീ ഇപ്പോഴിങ്ങനെ ചോദിച്ചത്? ആലിയോട് അവൾ വല്ലതും പറഞ്ഞിരുന്നോ? ആരോടും ഒന്നും പറഞ്ഞില്ല. നീ ആശയും മക്കളെയും സ്നേഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞതുകൊണ്ട് ചോദിച്ചു പോയതാണ്. ആദം തൊഴുതുകൊണ്ട് പറഞ്ഞതും ഒരു കള്ളച്ചിരിയോടെ പ്രവീൺ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ പോവാണ്. എനിക്ക് അവളെ കാണാൻ തോന്നുന്നു. ഇപ്പോൾ മനസ്സിന് വല്ലാത്തൊരു സമാധാനമുണ്ട്. മറ്റുള്ള കാര്യമോർത്ത് ഞാൻ എന്തിനാണ് വെറുതെ ടെൻഷൻ അടിക്കുന്നത്? എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം. അങ്ങനെ പറഞ്ഞ് ബൈക്കിൽ കയറുന്നവനെ നോക്കി അബി വിളിച്ചു പറഞ്ഞു. എടാ, ഒരു മയത്തിലൊക്കെ വേണം. അവൻ കണ്ണുരുട്ടി നോക്കിയപ്പോൾ ഇളിച്ചുകൊണ്ട് പറഞ്ഞു. 2 ആഴ്ചയായി ടെൻഷൻ അടിച്ച് നടക്കുകയല്ലേ. ഒന്നും നടന്നു കാണില്ലെന്ന് എനിക്കറിയാം. ഭാ! ഒരാട്ടാട്ടി 4 തെറിയും വിളിച്ച് ബൈക്കിൽ കയറി പോകുന്നവനെ നോക്കി അബി പറഞ്ഞു. കഴിഞ്ഞ 2 ആഴ്ചയായി ആ കള്ളപ്പന്നി 10 മണിയാവാതെ വീട്ടിൽ പോകാൻ സമ്മതിക്കില്ലായിരുന്നു. ഇപ്പൊ പോകുന്ന പോക്ക് നോക്ക്. അത് കേട്ട് ചിരിയോടെ തലയാട്ടി ആദം പറഞ്ഞു. നാളെ മുതൽ പഴയതുപോലെ അരമണിക്കൂർ കത്തിയടിച്ചിട്ട് വീട്ടിൽ പോകാമല്ലോ. ആലിയാണെങ്കിൽ ഞാനില്ലാതെ ബോറടിക്കുകയാണ്. നിനക്കൊക്കെ ചെന്ന് കയറിയാലും കെട്ടിയോളുമായിട്ട് കുത്തിമറിഞ്ഞ് കിടക്കാൻ പറ്റും. എൻ്റെ കുരുത്തം കെട്ടവൻ രാത്രി 12 മണി കഴിഞ്ഞാലും ഉറങ്ങില്ല. അവനെ ഉറക്കാൻ കാത്തുനിന്ന് ഞങ്ങൾ രണ്ടുപേരും ഉറങ്ങിപ്പോകും. അബിയുടെ പരാതി പറച്ചിൽ കേട്ടതും പൊട്ടിച്ചിരിച്ചുകൊണ്ട് ആദം പറഞ്ഞു. അതൊക്കെ ഒരു രസമല്ലേടാ. അതില്ലാത്തതിൻ്റെ വേദന ഞങ്ങൾ എത്രത്തോളം അറിയുന്നുവെന്ന് നിനക്കറിയാമോ? പിന്നെ മാങ്ങാത്തൊലിയാണ്. വികാരം കത്തി നിൽക്കുമ്പോൾ അടക്കി പിടിച്ച് കിടക്കേണ്ടി വരുന്നവൻ്റെ അവസ്ഥ അതെങ്ങനെയാണെന്ന് വിവരിക്കാൻ പറ്റില്ല മോനെ. അതനുഭവിച്ച് തന്നെ അറിയണം. നീ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ആലിയെ കാണാൻ തോന്നുന്നു. എന്നാ പിന്നെ നമുക്കങ്ങ് പോയാലോ? ഒറ്റ കണ്ണടച്ച് പിരികം പൊക്കി ചോദിക്കുന്നതിനൊപ്പം ബൈക്കിൽ കയറിയിരിക്കുന്നവനെ നോക്കി നിരാശയോടെ അബി പറഞ്ഞു. എടാ തെണ്ടി, 10 മണി കഴിഞ്ഞിട്ട് പോവാടാ. ദയനീയതയോടെ പറയുന്ന അബിയെ നോക്കി നാക്ക് നീട്ടി കാണിച്ചിട്ട് ആദം ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. പല്ലുറുമ്മിക്കൊണ്ട് അബിയും അവൻ്റെ ബൈക്കിലേക്ക് കയറി. രണ്ടുപേരുടെയും ബൈക്കുകൾ കവലയിലെ കടയിൽ നിർത്തി അത്യാവശ്യം വേണ്ട വീട്ടുസാധനങ്ങളും വാങ്ങി വീട്ടിലേക്ക് തിരിച്ചു. ആശയ്ക്ക് പ്രിയപ്പെട്ട അലുവയും മക്കൾക്ക് സ്നാക്സും പാലും മാവും എല്ലാം അടങ്ങുന്ന കവർ കയ്യിലെടുത്ത് ഒരു കള്ളപ്പുഞ്ചിരിയോടെ പ്രവി കോളിംഗ് ബെൽ അടിച്ച് കാത്തുനിന്നു. കതക് തുറന്ന് അവൻ്റെ മുഖത്ത് നോക്കാതെ കയ്യിലിരുന്ന കവറും വാങ്ങി മുഖം വീർപ്പിച്ചു വെച്ചുകൊണ്ടവൾ അടുക്കളയിലേക്ക് പോയി. ഓഹോ, അപ്പോൾ പ്രിയതമ കാര്യമായ പിണക്കത്തിലാണ്. പ്രവി അകത്തു കയറി മക്കളെ നോക്കിയപ്പോൾ രണ്ടുപേരും നിദ്രയിലേക്ക് വഴുതി വീഴുന്നത് കണ്ട് അടുത്തു ചെന്ന് തലയിൽ തടവി ഒരുമ്മ കൊടുത്തപ്പോൾ അടയാൻ തുടങ്ങിയ കണ്ണുകൾ വലിച്ചു തുറന്നു ഒന്ന് പുഞ്ചിരിച്ചിട്ട് രണ്ടുപേരും തിരിഞ്ഞു കിടന്നുറങ്ങി. ഷീറ്റ് നല്ലതുപോലെ മൂടി അവരെ പതിയെ തട്ടിയുറക്കിയിട്ട് ആശയുടെ അടുത്തേക്ക് നടന്നു. ഒരു കള്ളപ്പുഞ്ചിരിയുടെ അടുക്കളയിലേക്ക് ചെന്നപ്പോൾ സിങ്കിൽ കിടക്കുന്ന പാത്രം കഴുകുന്നവളെ കണ്ട് പുറകിലൂടെ ചെന്ന് ഇടുപ്പിലൂടെ കൈകോർത്ത് അടിവയറിൽ അമർത്തിപ്പിടിച്ച് കഴുത്തിൽ താടി കുത്തി നിന്നിട്ട് ചോദിച്ചു. കാത്തിരിക്കൂ, കാത്തിരിക്കണം.